യേശു 12 പേരെയും ഈ 2 വിരോധമായിട്ട് അയച്ചു. ഇപ്പോൾ 6 ഗ്രൂപ്പാണ്. അവർ വെറുതെ ഒരു ട്രയൽ ജേണി നടത്തി, ഒരു മിഷൻ ജേണി നടത്തിയത് സുവിശേഷം പ്രസംഗിക്കാനാണ്. കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് യേശു അവരെ വിട്ടു. അവർ പോയിട്ട് അനേകം രോഗികളെ സുഖപ്പെടുത്തി ഒരു ന്യൂ എക്സ്പീരിയൻസുമായിട്ട് അവർ തിരിച്ചു വന്നു. അതാണ് ഇന്നത്തെ ഗോസ്പൽ. അവർക്കിത് പുതിയ അനുഭവമാണ്. കടലിൽ മീൻ പിടിച്ച് നടന്നവർക്കും ചുങ്കം പിരിച്ച് നടന്നവർക്കും സാധാരണ ജോലി ചെയ്ത് അവരവരുടെ കാര്യം നോക്കി ഒതുങ്ങി നിന്നവർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസാണ്. ഇത്രയും കാലം കണ്ട കാര്യങ്ങൾ അവർ ചെയ്ത് നോക്കിയാണ്. അവർക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളായി മാറി. കാര്യം അവരെ ഇപ്പോൾ മനുഷ്യർ കേൾക്കുന്നുണ്ട്, അവരുടെ അടുത്തേക്ക് ജനങ്ങൾ തടിച്ചു കൂടുന്നുണ്ട്, അവർ ഒരു സെലിബ്രിറ്റിയെ പോലെയായി. അങ്ങനെ അവർ സന്തോഷം നിൽക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഗോസ്പലിൻ്റെ പശ്ചാത്തലം. ഇങ്ങനെ നിന്നവർ തിരിച്ചു വന്ന് വളരെ ഹാപ്പി ആയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്, അവരനുഭവിച്ച സന്തോഷമൊക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കാര്യം വരും. ഇനി തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവർ വീണ്ടും സാധാരണക്കാരായി മാറും. അവർ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്തില്ല. ഇപ്പോൾ അവരത്ഭുതം ചെയ്തു, അവർ രോഗം സുഖപ്പെടുത്തി, അവർ സുവിശേഷം പ്രസംഗിച്ചു, അവർ അനേകരെ പുതിയൊരു വഴി കാണിച്ചു കൊടുത്തു. എന്നാൽ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് അവരിതിലൊന്നും എത്തിയില്ല. അവർ ചുരുങ്ങിപ്പോയി. അവർ നേരെ പഴയ ലൈഫിലേക്ക് തന്നെ എത്തും. അതായത് യേശുവിൻ്റെ പിന്നാലെ നടന്ന് അവർ സംശയങ്ങളുള്ളവരായിട്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിട്ടും അവർ ഒന്നും മനസ്സിലാകാത്ത സാധാരണക്കാരെ പോലെയൊക്കെ ആകും. അതാണ് ഈ ഗോസ്പലിന് ശേഷമുള്ള വേദന എന്ന് പറയുന്നത്. യേശു അവരെ ഒരു പടി മുകളിലേക്ക് ഒരു ട്രെയിനിങ് സെക്ഷനിലൂടെ എത്തിച്ച് നിൽക്കുമ്പോൾ വീണ്ടും അവർ താഴോട്ട് തന്നെ വന്നു. അതാണ് ദ പെയിൻഫുൾ. യേശു അവരെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ നോക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും താഴേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരുപക്ഷെ യേശു അനുഭവിച്ച ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ 12 പേരെയും കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവരുടെ ലൈഫിൽ ഒരു കൃത്യമായിട്ട് റിഫ്ലക്ഷൻ യേശുവിൻ്റെ സമയത്തിനെ കാണിക്കാതെ പോയത്. ഇവർ ഒരുപക്ഷെ ഇപ്പോൾ കിട്ടിയ ഒരു കൃപയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായാണ്. ഇവർ ഇതിൽ കൂടുതൽ കഴിവുള്ളവരും ഇവർ കൂടുതൽ കർത്താവിന് ട്രെയിനിങ് കിട്ടി ദൈവാനുഗ്രഹമുള്ളവരും ദൈവകൃപ ലഭിച്ചവരായിട്ട് മാറിയാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ അങ്ങനെയല്ലേ? ഒരു കൃപ കിട്ടി നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ഈ ജീവിതത്തിനിടയിൽ എപ്പോഴൊക്കെ ചെയ്തിട്ടില്ലേ? മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത വലിയ വലിയ നന്മകൾ ചെയ്തും വലിയ വലിയ പുണ്യങ്ങൾ ചെയ്തും ദൈവിക ഇടപെടലിലൂടെ കടന്നു പോയവരല്ലേ? എന്നിട്ട് എപ്പോഴൊക്കെയോ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആ വലിയൊരു കൃപ നഷ്ടപ്പെടുത്തി വീണ്ടും ഒരു ഓർഡിനറി പീപ്പിളായിട്ട് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് സൈനാണ്. നമ്മളൊക്കെ ഓർഡിനറി പീപ്പിൾ ആകേണ്ടവരല്ല, എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ ആകേണ്ടവരാണ്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാകേണ്ടവരല്ല, ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്ന അമാനുഷികരാകേണ്ടവരാണ്. അങ്ങനെ ആകുന്നവർക്കാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം വ്യത്യസ്തമായിട്ട് പറയാനും വ്യത്യസ്തമായിട്ട് ജീവിക്കാനും സാധിക്കുകയുള്ളൂ, വിശുദ്ധരെ പോലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.